മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധിയിൽ മലപ്പുറത്ത് MSFന്റെ പ്രതിഷേധം. ഹയർ സെക്കൻഡറി മലപ്പുറം മേഖല ഉപഡയറക്ടറുടെ ഓഫീസ് MSF ഉപരോധിച്ചു. മുഴുവൻ അപേക്ഷകർക്കും സീറ്റ് നൽകണമെന്ന ആവശ്യം ഉയരുന്നു. സീറ്റ് കിട്ടാതെ പോകില്ലെന്ന് പറഞ്ഞ പ്രവർത്തകർക്ക് 2 സീറ്റ് ഇട്ടുകൊടുക്കാൻ പറഞ്ഞ് പോലീസ്. ഈ ജില്ലയുടെ കണക്ക് തരാനില്ല. നിങ്ങൾ അപ്പലേറ്റ് അതോറിറ്റിയോട് സംസാരിക്കാനാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ വേറെ ഒന്നും രേഖാമൂലം തരാനല്ലേ നമ്മൾ പറഞ്ഞുള്ളൂ. നമുക്ക് സീറ്റ് അടിയന്തര പ്രശ്നം പരിഹരിക്കാതെ സീറ്റ് വേണം. ഒരടി ഞങ്ങൾ പറയില്ല. നിങ്ങൾ എന്താ ചെയ്തു? അരുൺ അമർനാഥുണ്ട്. അരുൺ, MSFന്റെ പ്രതിഷേധം അവസാനിച്ചുവോ? എങ്ങനെയായിരുന്നു പോലീസിന്റെ ഇടപെടൽ? പ്രതിഷേധം അവസാനിച്ചു. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ചെയ്തത്. ഈ മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധിയിലായിരുന്നു ഈ ഉപരോധ സമരം. ഹയർ സെക്കൻഡറി മലപ്പുറം മേഖല ഉപഡയറക്ടർ ഓഫീസ് MSF പ്രവർത്തകർ ഉപരോധിക്കുകയായിരുന്നു. കുറച്ച് പ്രവർത്തകർ ആദ്യം എത്തി. MSF സംസ്ഥാന അധ്യക്ഷൻ PK നവാസ് ഉൾപ്പെടെയുള്ള പ്രവർത്തകർ എത്തി ഈ ഉപഡയറക്ടറുമായി ചർച്ച നടത്തി. ഇതേസമയം പുറത്തുനിന്ന് ഓഫീസ് പൂട്ടി മറ്റ് കുറച്ച് പ്രവർത്തകർ ഓഫീസിന് മുന്നിൽ ഉപരോധം ഇരിക്കുകയായിരുന്നു. ആദ്യം പോലീസ് എത്തി ഇവരെ നീക്കുകയാണ് ഉണ്ടായത്. പിന്നീട് നവാസ് ഉൾപ്പെടെയുള്ള പ്രവർത്തകർ പുറത്തേക്ക് വരാൻ തയ്യാറായില്ല. ഈ സീറ്റ് പ്രതിസന്ധിയെ ചൊല്ലി ഈ ഡയറക്ടറുമായി തർക്കിക്കുകയായിരുന്നു. അങ്ങനെ കൂടുതൽ പോലീസ് എത്തി മറ്റൊരു വാതിൽ വഴി അകത്ത് കടന്നാണ് ഈ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. എന്തായാലും തുടർച്ചയായി ഈ മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധിയിൽ ഇത്തരം സമരങ്ങൾ തുടർക്കഥയാകുന്നു. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ ഉദ്ഘാടനം ചെയ്ത കോൺഗ്രസിന്റെ മാർച്ച് ഉണ്ടായിരുന്നു. അത്തരത്തിൽ MSFും ശക്തമായി തന്നെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ശക്തമായി രംഗത്ത് ഈ സമരവുമായി പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ഉൾപ്പെടെ നിയമസഭയിലും ഈ വിഷയം കാര്യമായി ചർച്ച ചെയ്തിരുന്നു. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ കൂടുതൽ ശക്തമായ ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. എന്തായാലും സമരവുമായി മുന്നോട്ട് പോകും എന്ന നിലപാട് തന്നെയാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ വ്യക്തമാക്കിയിരിക്കുന്നത്.